ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന തൈരും വഴുതനങ്ങയും കൂടെ ചേർത്തിട്ടുള്ള ഒരു സൈഡ് ഡിഷ് തയ്യാറാക്കാം. ഇതിലേക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വലിയ സൈസിലുള്ള വഴുതനങ്ങയാണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്തെടുത്ത് വെച്ചതാണ്. ഇതുപോലെ കഴിയുമെങ്കിൽ ഇതുപോലെ റൗണ്ടായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 2 ബാച്ചായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് അങ്ങ് മുരിച്ചെടുക്കൊന്നും വേണ്ട. ഒരു മീഡിയം പാകത്തിൽ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ വഴുതനങ്ങയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളർ മാറി വരുമൊന്നും വേണ്ട. 1 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാളയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂടുതൽ വേണ്ട കേട്ടോ. നമ്മൾ നേരത്തെ വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയം കുറച്ച് ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കൂടുതൽ വേണ്ട, 1/2 കപ്പ് അളവിലൊക്കെ വെള്ളം. കഴിയുമെങ്കിൽ ചെറു ചൂടുവെള്ളമെങ്കിൽ അങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ സവാളയൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അടച്ച് വെച്ചുകൊണ്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ സവാള ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെക്കാതെ ഇതുപോലെ 1-2 മിനിറ്റ് കൂടെ വഴറ്റിയെടുക്കാം. സവാളയിലെ ആ വെള്ളം ഒന്നുകൂടെ ഒന്ന് വറ്റി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ സവാളയും വഴുതനങ്ങയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അങ്ങ് പിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ചൂട് മാറിയതിന് ശേഷം, കുറച്ച് ചൂടാറിയതിന് ശേഷം വേണമെങ്കിലും ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് വിതറിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ തൈരിലിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് കുറുകിയിരിക്കണം. നല്ലൊരു സൈഡ് ഡിഷാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. വെറുതെ പറയുന്നതല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനലിലെ മറ്റുള്ള വെജിറ്റേറിയൻ റെസിപ്പീസ് കൂടെ എല്ലാവരും ഒന്ന് കാണുക. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ തൈര് എടുക്കുമ്പോൾ പുളി കുറഞ്ഞ തൈര് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്